നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേൾഡ് ഇൻ 20th സെഞ്ച്വറി 20ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി, അതായത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. ഒന്നാം ലോക മഹായുദ്ധം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലായ യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അപ്പം ഒന്നാം ലോക മഹായുദ്ധം രൂപപ്പെട്ടത് എന്നാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കേസസ് ഫോർ ദ റൈസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്താണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ ജസ്റ്റ് ഒന്ന് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ്? ദ കോമ്പറ്റീഷൻ എമോങ് ദ കൊളോണിയൽ പവർ ലെഡ് ടു ദ കോൺഫ്ലിക്റ്റ്. ദ കോമ്പറ്റീഷൻ എമോങ് ദ എന്താണ് കൊളോണിയൽ പവർ ലെഡ് ടു ദ കോൺഫ്ലിക്റ്റ്. അതായത് യൂറോപ്പിൽ രൂപപ്പെട്ട ഒരു പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. യൂറോപ്പിൽ എങ്ങനെയാണ്? ഒരു കോമ്പറ്റീഷനാണ്, മത്സരമാണ്. എന്തിനു വേണ്ടിയാണ്? എമംഗ് ദ കൊളോണിയൽ പവർ, ഒരു കോളനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഒറ്റവാക്കി പറഞ്ഞാൽ യൂറോപ്പിലെ രാജ്യങ്ങൾ കോളനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പരസ്പരം എന്ത് ചെയ്തു? മത്സരിച്ചു. ഇതെന്തിലേക്ക് കാരണമായി? ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് കാരണമായി. ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടെ ക്ലിയർ ആക്കാം. ദ കോമ്പറ്റീഷൻ എമംഗ് ദ കൊളോണിയൽ പവർ ലെഡ് ടു ദ കോൺഫ്ലിക്റ്റ് ഓർ ദീസ് ലെഡ് ടു സൈൻ മിലിറ്ററി അലയൻസ്. ഇത് പിന്നീട് സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിന് എന്ത് ചെയ്തു? കാരണമായി മാറി. അപ്പം രണ്ട് രീതിയിലുള്ള സൈനിക സഖ്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ രൂപീകരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് യൂറോപ്പിലെ രാജ്യങ്ങൾ കോളനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ മത്സരമാണ് എന്തിലേക്ക് കാരണമായത്? ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാരണമായത്. ഈ മത്സരങ്ങൾ അവർ പിന്നീട് സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിലേക്ക് വരെ പോയി. അത്തരത്തിലുള്ള സൈനിക സഖ്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കുക. ദീസ് ലെഡ് ടു സൈനിങ് മിലിറ്ററി അലയൻസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രധാനപ്പെട്ട രണ്ട് മിലിറ്ററി അലയൻസ് ആണ് വന്നത്. ഫസ്റ്റ് വൺ ട്രിപ്പിൾ അലയൻസ് ആൻഡ് സെക്കൻഡ് വൺ ട്രിപ്പിൾ എൻഡഡ്. ത്രികക്ഷി സഖ്യവും അതുപോലെ തന്നെ ത്രികക്ഷി സൗഹൃദ രാജ്യങ്ങളും. അപ്പോൾ ത്രികക്ഷി സഖ്യരാജ്യങ്ങളുണ്ട്, സൗഹൃദ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ഒരു രാജ്യമാണ് ഓസ്ട്രിയ, ഹംഗറി, ദെൻ ഇറ്റലി. ഇത്രയും ചേരുന്നതാണ് എന്ത്? ട്രിപ്പിൾ അലയൻസ് അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യരാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ത്രികക്ഷി സഖ്യരാജ്യങ്ങൾ ഏതൊക്കെയാ? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. അടുത്തത് ഇതിനെതിരായിട്ട് രൂപീകരിച്ച ബ്ലോക്കാണ് ട്രിപ്പിൾ എൻഡൻ അല്ലെങ്കിൽ ത്രികക്ഷി സൗഹൃദ രാജ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടയാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. കേട്ടോ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പം ത്രികക്ഷി സൗഹൃദ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും. ത്രികക്ഷി സഖ്യരാജ്യങ്ങൾ എന്ന് പറയുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. അപ്പം എന്താണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിൽ രൂപപ്പെട്ട യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ എന്താണ് കോളനികൾ സ്ഥാപിക്കുന്നതിന് നടത്തിയ ഒരു മത്സരമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. അപ്പോൾ പുതിയതായിട്ട് അവർ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി രണ്ട് ബ്ലോക്കുകളായിട്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മിലിറ്ററി അലയൻസ് ആണ് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡനും. അപ്പോൾ ഇവർ രണ്ട് ബ്ലോക്കുകളായിട്ട് മാറി നിന്നിട്ട് ഇരു ചേരികളായി നിന്നിട്ട് ഫസ്റ്റ് വേൾഡ് വാറിന് നേതൃത്വം നൽകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മത്സരത്തെ അന്ന് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് അഗ്രസീവ് നാഷണലിസം എന്നാണ്. എന്തുവാ? അഗ്രസീവ് നാഷണലിസം. ഓക്കെ, എന്താണ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്? അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞാൽ അക്രമോത്സുകമായ ദേശീയത എന്നാണ്. അക്രമോത്സുകമായ ദേശീയത. ഈ അക്രമോത്സുകമായ ദേശീയത എന്ന് പറഞ്ഞ് അർത്ഥമാക്കുന്നത് പ്രധാനപ്പെട്ട മൂന്നാല് പ്രസ്ഥാനങ്ങൾ ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. ഫസ്റ്റ് വൺ പാൻ സ്ലാവ് മൂവ്മെൻറ്റ്.
അപ്പോൾ ഒന്നാമത്തെ ഏതാ? പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, then റിവെഞ്ച് മൂവ്മെൻറ്റ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രതികാര പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അക്രമോത്സുകമായ ദേശീയത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പ്രത്യേകിച്ച് എന്തുവാ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹൃദ രാജ്യങ്ങളും എന്തിനു വേണ്ടിയാ നടത്തിയത്? രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ കോളനി എന്ന് അർത്ഥമാക്കുന്നത്. രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു മത്സരം അവർ പല പ്രസ്ഥാനങ്ങളിലായിട്ടാണ് യൂറോപ്പിൽ അറിയപ്പെട്ടത്. ഇതിനെ ഈ ഒരു മാറ്റത്തെ അറിയപ്പെടുന്ന യൂറോപ്പിൽ ഒരു ടേമിനെ തന്നെ അറിയപ്പെടുന്നത് അഗ്രസീവ് നാഷണലിസം, അഗ്രസീവ് നാഷണലിസം അല്ലെങ്കിൽ അക്രമോത്സുകമായ ദേശീയത. എന്തുവാ അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥമാക്കുന്നത്? അക്രമോത്സുകമായ ദേശീയത. അക്രമോത്സുകമായ ദേശീയത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, രണ്ട് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, മൂന്ന് ഏതാണ്? റിവെഞ്ച് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. നമ്മൾ പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് യൂറോപ്പിലെ രാജ്യങ്ങൾ പരസ്പരം കോളനികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ മത്സരമാണ് അല്ലേ? ദ കോമ്പറ്റീഷൻ എമംഗ് ദ കൊളോണിയൽ പവർ, ദ കോമ്പറ്റീഷൻ എമംഗ് ദ കൊളോണിയൽ പവർ ലെഡ് ടു കോൺഫ്ലിക്റ്റ്. യൂറോപ്പിലെ രാജ്യങ്ങൾ കോളനികൾ പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമം എന്തിലേക്ക് കാരണമായി? സംഘർഷത്തിലേക്ക് കാരണമായി. ദിസ് ലെഡ് ടു സൈനിങ് മിലിറ്ററി അലയൻസ്. ഇത് പിന്നീട് സൈനികപരമായിട്ടുള്ള സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിന് വരെ കാരണമായി. ഓക്കെ, പ്രധാനപ്പെട്ട രണ്ട് സൈനിക സഖ്യങ്ങൾ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡേനും. മറന്നുപോലെ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡേനും. ട്രിപ്പിൾ അലയൻസിൽ ഏതൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി. കേട്ടോ, ഓസ്ട്രിയ ഹംഗറി ഒരു രാജ്യമാണ്. ഓക്കെ, ഓസ്ട്രിയ ഹംഗറി, ദെൻ ഇറ്റലി. ട്രിപ്പിൾ എൻഡേൻ ത്രികക്ഷി സൗഹൃദ രാജ്യം ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഫസ്റ്റ് വേൾഡ് വാറിൽ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്ത രാജ്യമാണ് റഷ്യ. നമ്മൾ റഷ്യൻ റവല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന സമയത്ത് റഷ്യ ഇല്ല. അതാണ് റഷ്യ വിപ്ലവം നടക്കുന്ന കാലഘട്ടം 1917. ഓക്കെ, അപ്പം ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ ഈ കാലഘട്ടത്തെ അന്ന് അറിയപ്പെട്ടത് അഗ്രസീവ് നാഷണലിസം അല്ലെങ്കിൽ എന്തുവാ അക്രമോത്സുകമായ ദേശീയത. എന്തൊക്കെയാണ് അക്രമോത്സുകമായ ദേശീയത കാലഘട്ടത്തെ അറിയപ്പെടുന്നത്? ഏതൊക്കെ പേരിലാ? പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, ദെൻ റിവെഞ്ച് മൂവ്മെൻറ്റ്. ഇനി നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് വേൾഡ് വാർ ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, ദെൻ റിവെഞ്ച് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ പറയുന്ന പേരാണ് എന്ത്? അഗ്രസീവ്. മറന്നുപോലെ അഗ്രസീവ് നാഷണലിസം. എന്തു അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞാൽ? അക്രമോത്സുകമായ ദേശീയത. അക്രമത്തിലൂടെ എന്ത് ചെയ്യുക? ദേശീയത സ്ഥാപിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്, കോളനികൾ എന്ത് ചെയ്യുക? പിടിച്ചെടുക്കുക, ഒരു മത്സരം. അപ്പോൾ അവിടെ അക്രമവും ചതിയിലൂടെ എന്ത് ചെയ്യുക? പുതിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ കോളനികൾ പിടിച്ചെടുക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ യൂറോപ്പിന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം അല്ലെങ്കിൽ അക്രമോത്സുകമായ ദേശീയത എന്നാണ്. അപ്പോൾ ഈ അക്രമോത്സുകമായ ദേശീയത മൂന്ന് രീതിയിലാണ് നിന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, ദെൻ ലാസ്റ്റ് വൺ റിവെഞ്ച് മൂവ്മെൻറ്റ്. അപ്പം എന്താണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്? മലയാളത്തിൽ പറഞ്ഞാൽ പാൻ സ്ലാവ് പ്രസ്ഥാനം. എന്തുവാ? സ്ലാവ് പ്രസ്ഥാനം. പാൻ സ്ലാവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? റഷ്യ ഫോർമിഡ്. ഫസ്റ്റ് പോയിന്റ്, റഷ്യ ഫോർമിഡ്. ഇതിന് നേതൃത്വം നൽകിയത് റഷ്യ ആണ്. ഒന്നാമത്തെ പോയിന്റ് എങ്ങനെ? റഷ്യ ഫോർമിഡ്. ഇതിന് നേതൃത്വം നൽകിയ ആരാണ്? റഷ്യ ആണ്. എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് നോക്കാം. റഷ്യ വാണ്ടഡ് ടു യൂണിക് ദ സ്ലാവ് പീപ്പിൾ, ഇമ്പോർട്ടൻറ്റ്, സ്ലാവ് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ ആൻഡ് ഗ്രീസ്.
എന്താണ്? റഷ്യ വാൻറ്റഡ് ടു യൂണിക് ദ സ്ലാവ് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ ആൻഡ് ഗ്രീസ്. അതായത് ഗ്രീസിലെയും ബൾഗേറിയയിലെയും സെർബിയയിലെയും തുടങ്ങിയിട്ടുള്ള റീജിയനിലെ ഏത് ജനങ്ങളെ അവർക്ക് വേണ്ടത്? സ്ലാവ് ജനങ്ങളെ. അതായത് സ്ലാവ് വംശത്തിലുള്ള ജനങ്ങളെ പിടിച്ചെടുക്കാൻ റഷ്യ നടത്തിയ പ്രസ്ഥാനത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പാൻ സ്ലാവ് മൂവ്മെന്റ്. എന്തുവാ? സ്ലാവ് വംശത്തിലുള്ള ജനങ്ങളെ പിടിച്ചെടുക്കാൻ. എവിടെ കിടക്കുക സ്ലാവ് വംശത്തിലുള്ള ജനങ്ങൾ? സെർബിയയിലുണ്ട്, ബൾഗേറിയയിലുണ്ട്, ഗ്രീസിലുണ്ട്. അപ്പോൾ ഈ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങളാണ്. ഇവിടെ കിടക്കുന്ന സ്ലാവ് വംശജരെ മാത്രം മതി. ഇവരെ പിടിച്ചെടുക്കാൻ റഷ്യ നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തെ അറിയപ്പെടുന്ന പേരാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. എന്തോ പാൻ സ്ലാവ് പ്രസ്ഥാനം? റഷ്യ ഫോർമഡ്, റഷ്യ രൂപീകരിച്ച പ്രസ്ഥാനം. റഷ്യ വാൻറ്റഡ് ടു യൂണിക് ദ സ്ലാവ് പീപ്പിൾ ഫ്രം എന്താണ്? സെർബിയ, ബൾഗേറിയ ആൻഡ് ഗ്രീസ്. ഇറ്റ് ഈസ് കോൾഡ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. അതായത് സ്ലാവ് വംശജരെ പിടിച്ചെടുക്കാൻ റഷ്യ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണെന്ത്? പാൻ സ്ലാവ് പ്രസ്ഥാനം. ഒറ്റ വാക്കി പറഞ്ഞ് അങ്ങനെ പറയാം, സ്ലാവ് വംശജരെ പിടിച്ചെടുക്കാൻ റഷ്യ നടത്തിയിട്ടുള്ള പ്രസ്ഥാനം. ആ സ്ലാവ് വംശജർ എവിടെ കിടക്കുക എന്ന് വെച്ചാൽ സെർബിയയിലും ബൾഗേറിയയിലും ഗ്രീസിലും കിടക്കുകയാണ്. ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോകാം. പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. പേര് തന്നെ ഉണ്ട്. ആര് നടത്തിയതാ? ജർമ്മനി നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. എന്തുവാ? പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെ എഴുതാം, ജർമ്മനി ഫോർമഡ്. ഇത് ജർമ്മനി രൂപീകരിച്ച പ്രസ്ഥാനമാണ്. ഇതെന്ത്? ആര് രൂപീകരിച്ച പ്രസ്ഥാനമാണ്? ജർമ്മനി രൂപീകരിച്ച പ്രസ്ഥാനം. ജർമ്മനി ഫോർമഡ്. ജർമ്മനി വാൻറ്റഡ് ടു യൂണിക് ദ ടൂട്ടോണിക് പീപ്പിൾ അണ്ടർ ദം. ഇത്രയേ ഉള്ളു. ഏത് വംശജരെ പിടിച്ചെടുക്കാനാണ്? ടൂട്ടോണിക് വർഗക്കാരെ പിടിച്ചെടുക്കാൻ ജർമ്മനി നടത്തിയ പ്രസ്ഥാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? പാൻ ജർമ്മൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം സ്ലാവ് വംശജരെ പിടിച്ചെടുക്കാൻ റഷ്യ നടത്തിയത് പാൻ സ്ലാവ് മൂവ്മെന്റ്. ടൂട്ടോണിക് പീപ്പിൾസിനെ പിടിച്ചെടുക്കാൻ ജർമ്മനി നടത്തിയ പ്രസ്ഥാനത്തെ അറിയപ്പെടുന്ന പേര് പാൻ ജർമ്മൻ മൂവ്മെന്റ്. ക്ലിയർ? എന്തുവാണ്? ജർമ്മനി വാൻറ്റഡ് ടൂട്ടോണിക് പീപ്പിൾ അണ്ടർ ദം. ടൂട്ടോണിക് വിഭാഗത്തിലുള്ള ജനങ്ങളെ ജർമ്മനിയുടെ കീഴിൽ ഏകീകരിക്കാൻ ആര് ശ്രമിച്ചു? ജർമ്മനി നടത്തി. അങ്ങനെ ജർമ്മനി നടത്തിയ ഈ പ്രസ്ഥാനത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? പാൻ ജർമ്മൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ സ്ലാവ് വംശജരെ പിടിച്ചെടുക്കാൻ റഷ്യ നടത്തിയത് പാൻ സ്ലാവ് മൂവ്മെന്റ്. ടൂട്ടോണിക് വർഗക്കാരെ പിടിച്ചെടുക്കാൻ ജർമ്മനി നടത്തിയത് പാൻ ജർമ്മൻ മൂവ്മെന്റ്. ലാസ്റ്റ് വൺ റിവഞ്ച് മൂവ്മെന്റ്. റിവഞ്ച് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രതികാര പ്രസ്ഥാനം. ഓക്കെ, പ്രതികാര പ്രസ്ഥാനം. ആരുടെ പ്രതികാരം നമുക്ക് നോക്കാം? ഫ്രാൻസ്. ആരുടെയാണ്? ഫ്രാൻസ്. ഇത് ഫ്രാൻസിൻ്റെ പ്രതികാരമാണ്. എന്താണ്? ഫ്രാൻസ് ഫോർമഡ്. ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. ഫ്രാൻസിന് ആരോടാണെന്ന് ശ്രദ്ധിച്ചോണേ? ജർമ്മനിയുടെ. ശ്രദ്ധിച്ചോണം. ഫ്രാൻസ് വാൻറ്റഡ് ടു റീക്യാപ്ചർ അൽസൈസ് ആൻഡ് ലൊറൈൻ ഫ്രം ജർമ്മനി. അതായത് ഫ്രാൻസിന് പിടിച്ചെടുത്ത അൽസൈസ് അല്ലെ ലൊറൈൻ എന്ന് പറയുന്ന പ്രദേശം തിരിച്ച് ജർമ്മനിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഫ്രാൻസ് നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തെയാണ് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്തുവാണ് പ്രതികാര പ്രസ്ഥാനം? അൽസൈസ് ആൻഡ് ലൊറൈൻ. 3 പേരുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററിയാണ്. കുറേ ടേമുകളൊക്കെ പുതുതായിട്ട് പരിചയപ്പെടുക. മനസ്സിലാക്കി പഠിച്ചോണം. ഇവിടെ നമ്മൾ പറഞ്ഞു സ്ലാവ് പീപ്പിൾസ്, സ്ലാവ് വംശജരെ പിടിച്ചെടുക്കാൻ റഷ്യ നടത്തി. ടൂട്ടോണിക് പീപ്പിൾസ് അല്ലേ, ടൂട്ടോണിക് വർഗ്ഗക്കാരെ പിടിച്ചെടുക്കാൻ ജർമ്മനി നടത്തി. ഇവിടെ പുതിയൊരു പേര് അൽസൈസ് ആൻഡ് ലൊറൈൻ. അൽസൈസ് ലൊറൈൻ എന്ന പ്രദേശം ആരുടെ ആയിരുന്നു? ആരുടെയാ? ഫ്രാൻസിൻ്റെ. ഈ ഫ്രാൻസിൽ നിന്ന് ജർമ്മനി പിടിച്ചെടുത്ത പ്രദേശം അൽസൈസ് ലൊറൈൻ. ഇത് തിരിച്ചു പിടിക്കാൻ ആര് നടത്തിയത്? ഫ്രാൻസ് നടത്തിയ പ്രസ്ഥാനത്തെയാണ് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫ്രാൻസ് വാൻറ്റഡ് ടു റീക്യാപ്ചർ ദ അൽസൈസ് ലൊറൈൻ ഫ്രം ജർമ്മനി. ജർമ്മനിയിൽ നിന്ന് അൽസൈസ് ലൊറൈൻ പ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഫ്രാൻസ് നടത്തിയ പ്രസ്ഥാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്രതികാര പ്രസ്ഥാനം.
അപ്പോൾ ഇതെല്ലാം അങ്ങ് ചേർന്നപ്പോഴാണ് എന്താവുന്നത്, അഗ്രസീവ് നാഷണലിസം അല്ലെങ്കിൽ എന്താണ്, അക്രമോത്സുകമായ ദേശീയത. ഇത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. അപ്പോൾ എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ നമ്മൾ പറയാൻ പോകുന്നത് ദ ഇമ്മീഡിയറ്റ് കേസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. എന്താണ് ദ ഇമ്മീഡിയറ്റ് കേസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ? അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിന് ഇതെല്ലാം കാരണമാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടെന്നുണ്ടായ കാരണം അതാണ് നമ്മൾ ഇനി അടുത്തത് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പെട്ടെന്നുണ്ടായ കാരണം അല്ലെങ്കിൽ എന്താണ് ഇമ്മീഡിയറ്റ് കേസ്, ഒന്നാം ലോക മഹായുദ്ധത്തിന് ഏറ്റവും പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്നാം ലോക മഹായുദ്ധത്തിന് പ്രധാനപ്പെട്ട കാരണമായ അഗ്രസീവ് നാഷണലിസത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ അക്രമോത്സുകമായ ദേശീയത അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ പാൻ സ്ലാവ്, പാൻ ജർമ്മൻറ്റ്, അതുപോലെ തന്നെ റിവഞ്ച് മൂവ്മെൻറ്റ്, ഇതെല്ലാം ഒന്നും അല്ല. അപ്പോൾ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് എന്താണ് പെട്ടെന്ന് നടന്ന കാരണമെന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ദ ഇമ്മീഡിയറ്റ് കേസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, എ സെർബിയൻ യൂത്ത് assassinated Francis Ferdinand. The assassination of Archduke Francis Ferdinand. അതായത് ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ മരണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എ സെർബിയൻ യൂത്ത്, ഒരു സെർബിയൻ യുവാവ് എന്ത് ചെയ്തു? അസാസിനേറ്റഡ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, അതായത് ഓസ്ട്രിയയുടെ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചു. അതാണ് പറയുന്നത് ഹിയർ ടു ദ എന്താണ് ത്രൂ എ ഓസ്ട്രിയ. ഇദ്ദേഹം ഓസ്ട്രിയയിലെ കിരീടാവകാശിയാണ്. എവിടെ വെച്ചാന്ന് ശ്രദ്ധിക്കണം, അറ്റ് ദ ബോസ്നിയൻ ക്യാപിറ്റൽ സരാജീവ് ഇൻ 1914. 1914 ബോസ്നിയ, അതായത് ഓസ്ട്രിയയിലെ കിരീടാവകാശിയായിരുന്ന ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ കേട്ടോ ബോസ്നിയൻ തലസ്ഥാനമായിരുന്ന സാരാജോവിൽ വെച്ച് ആര് വധിച്ചു? സെർബിയൻ യുവാവ് വധിച്ചു. ദിസ് ഈസ് ദ ഇമ്മീഡിയറ്റ് കേസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഒറ്റ വാക്കി പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ഓസ്ട്രിയയിലെ കിരീടാവകാശിയുടെ മരണമാണ്. അതായത് ഇദ്ദേഹം സരോജോവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, അതായത് നമ്മൾ പറഞ്ഞ കണക്ക് ബോസ്നിയൻ തലസ്ഥാനമായ സരാജോവിൽ വെച്ച് ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇദ്ദേഹത്തിനെ വെടിവെച്ചാണ് കൊല്ലുന്നത്. ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് ആര് എന്ന് ചോദിച്ചാൽ സെർബിയൻ യുവാവാണ്. സെർബിയൻ യുവാവിൻ്റെ പേര് ഗാവിലോ പ്രിൻസിപ്പ് എന്നാണ് കേട്ടോ. ആ സെർബിയൻ യുവാവാണ് ആരെ വെടിവെച്ച് കൊല്ലുന്നത്? ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ച് കൊല്ലുന്നത്. ദ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് കേസ് എന്തെന്ന് വെച്ചാൽ ദ ഇമ്മീഡിയറ്റ് കേസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ എന്താണ്? ദ അസാസിനേറ്റഡ് ഓഫ് ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ മരണം. അപ്പോൾ ഒന്നും കൂടെ പറയാം, ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയൻ തീവ്രവാദി എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നു. ഓക്കെ, എന്നാ 1914. അതെവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ബോസ്നിയൻ തലസ്ഥാനമായ സാരോജോവിൽ വെച്ചാണ്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ പോയിന്റ്. ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായി മാറി. അതാണ് പറയുന്നത് എന്താണ്? ദ ഓസ്ട്രിയ ഹെൽഡ് റെസ്പോൺസിബിലിറ്റി ഓവർ സെർബിയ. ഓസ്ട്രിയ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സെർബിയ ആണെന്ന് ഓസ്ട്രിയ പ്രഖ്യാപിക്കുകയും സെർബിയക്കെതിരായിട്ട് 1914 ജൂലൈ 28 ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിച്ചു. ക്ലിയർ? അപ്പം സെർബിയക്കെതിരായിട്ട് 1914 ജൂലൈ 28 ആര് യുദ്ധം പ്രഖ്യാപിച്ചു? ഓസ്ട്രിയ യുദ്ധം. കാരണം ഓസ്ട്രിയയിലെ രാജാവാണ് മരണപ്പെട്ടത്. അടുത്ത ഓസ്ട്രിയയിലെ കിരീടാവകാശിയെയാണ് ആര് വെടിവെച്ച് കൊന്നത്? സെർബിയൻ യുവാവ് വെടിവെച്ച് കൊന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സെർബിയ ആണെന്ന് ഓസ്ട്രിയ ശക്തമായിട്ട് വാദിക്കുകയും സെർബിയക്കെതിരായിട്ട് ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം. ഓക്കെ, അപ്പോൾ എന്താണ്? സെർബിയക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുകയും സെർബിയക്കെതിരായിട്ട് എന്നാ ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിച്ചത്?
1914 ജൂലൈ 28 അതുകൊണ്ട് ഇത് പീരീഡ് ബിറ്റ്വീൻ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് മുതലാ 1914 ടു 1918 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1914 മുതൽ 18 വരെയാണ്. അടുത്ത പോയിന്റ്, ഓൾമോസ്റ്റ് ഓൾ ദ നേഷൻസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ് ദിസ് വാർ. ഈ പ്രശ്നത്തിൽ യൂറോപ്പിലെ ഏകദേശം എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുക്കുകയും ചെയ്തു. ഇത് പിന്നീട് എന്തായി മാറി? ഒന്നാം ലോക മഹായുദ്ധം. ദിസ് വാർ ഈസ് നോൺ ആസ് ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയാൻ കാരണം ശ്രദ്ധിച്ചു നോക്കേ. നമ്മളിവിടെ ഓസ്ട്രിയ ഹംഗറി, നമ്മളിവിടെ 2 സൈനിക സഖ്യങ്ങളല്ലേ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞേ? ട്രിപ്പിൾ അലയൻസ്. ഏതൊക്കെയാ ട്രിപ്പിൾ അലയൻസിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ, അതുപോലെ തന്നെ ഹംഗറി, ഇറ്റലി. ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. അടുത്തത് ട്രിപ്പിൾ എൻഡൈൻ. ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ശ്രദ്ധിച്ചോ? നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് ഓൾ ദ നേഷൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ് ദിസ് വാർ. ദിസ് ഈസ് ദ വാർ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് വേൾഡ് വാർ. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ഈ യുദ്ധത്തെ അറിയപ്പെടുന്നു ഒന്നാം ലോക മഹായുദ്ധം. ഇതാ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മളിവിടെ പറഞ്ഞ എന്തുവാ? സെർബിയൻ യൂത്ത് എന്ന് പറഞ്ഞു അല്ലേ? ഒരു സെർബിയൻ യുവാവാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത എന്തു പറഞ്ഞത്? അസാസിനേറ്റഡ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ഈ ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ മരണം വലിയ പ്രധാനപ്പെട്ട കാരണം, ഈ ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എവിടുത്തെ രാജകുമാരനാ? ഓസ്ട്രിയയിലെ രാജകുമാരനാ. ദാ ഇവിടോട്ട് നോക്കേ. ഓസ്ട്രിയ എന്ന് പറയുന്നത് ട്രിപ്പിൾ അലയൻസിൽ അംഗമല്ലേ? കണ്ടോ? ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്ന ത്രികക്ഷി സഖ്യത്തിൽ അംഗമല്ലേ ഓസ്ട്രിയ? അപ്പോൾ ഓസ്ട്രിയ ആർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു? ആർക്കെതിരെയാ? സെർബിയ. ആർക്കെതിരെ പ്രഖ്യാപിച്ചത്? സെർബിയ. ഈ സെർബിയ എന്ന് പറയുന്നത് ട്രിപ്പിൾ എൻഡൈൻ്റെ പങ്കാളിയാണ്. അതായത് ത്രികക്ഷി സൗഹൃദ രാജ്യങ്ങളുടെ സുഹൃത്താണ് സെർബിയ. അപ്പോൾ സെർബിയക്കെതിരെ 1914 ജൂലൈ 28 ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ത്രികക്ഷി സൗഹൃദ രാജ്യങ്ങൾ ഇത് ഏറ്റെടുത്തു. ഇതിനെ ഫ്രാൻസ് പിന്തുണച്ചു, ഇംഗ്ലണ്ട് പിന്തുണച്ചു, റഷ്യ പിന്തുണച്ചു. അപ്പോൾ ഇവിടുത്തെ രാജ്യങ്ങൾ വെറുതെ ഇരിക്കുമോ? അപ്പോൾ ഓസ്ട്രിയക്കെതിരെ ഓസ്ട്രിയ ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചപ്പം ഓസ്ട്രിയ ഹംഗറി ഒറ്റയ്ക്ക് നിന്നു. അതുപോലെ തന്നെ ഇറ്റലി ആരെ സപ്പോർട്ട് ചെയ്തു? ഓസ്ട്രിയ സപ്പോർട്ട് ചെയ്തു. ഇത് ട്രിപ്പിൾ എൻഡൈനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും എന്ത് ചെയ്തു? യുദ്ധം ഉണ്ടായി. ഈ യുദ്ധത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്ന് നമ്മൾ പറഞ്ഞു, ഇത് അസാസിനേറ്റഡ് ഓഫ് ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ മരണമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. അതല്ലേ നമ്മൾ പറഞ്ഞത്? എ സെർബിയൻ യൂത്ത് അസാസിനേറ്റഡ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ഇൻഹെറിറ്റ് ദ ത്രൂൺ ഓസ്ട്രിയ. ഓസ്ട്രിയയിലെ കിരീടാവകാശിയായിരുന്ന ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചു. ആര്? ഒരു സെർബിയൻ യുവാവ്. എവിടെ വെച്ചാ വധിച്ചത്? അറ്റ് ദ ബോസ്നിയൻ ക്യാപിറ്റൽ. ബോസ്നിയൻ തലസ്ഥാനമായ എവിടെ വെച്ചാ? സരാജീവോ ഇൻ 1914. 1914 ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള
സരാജീവ് എന്ന് പറഞ്ഞ ഒരു നഗരത്തിൽ വെച്ചാണ് ആര് വധിച്ചത്? ഈ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചത്. അപ്പോൾ ഇതിനെ വധിച്ചതിനെ തുടർന്ന് ശ്രദ്ധിക്കുക, ഓസ്ട്രിയ ഹെൽഡ് റെസ്പോൺസിബിലിറ്റി ഓവർ സെർബിയ. ഓസ്ട്രിയ ശക്തമായിട്ട് വാദിച്ചു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരാണ്? സെർബിയാണ്. സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഓസ്ട്രിയ 1914 ജൂലൈ 28. ഈ ഓസ്ട്രിയ എന്ന് പറയുന്നത് ട്രിപ്പിൾ അലയൻസിലെ അംഗമാണ്. നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി. അപ്പോൾ ഓസ്ട്രിയക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിനെ ആര് സഹായിക്കും? ജർമ്മനി, ഇറ്റലിയും സഹായിക്കും. ജർമ്മനി ഇംഗ്ലണ്ടിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, ഇറ്റലി ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, ഫ്രാൻസ് ഓസ്ട്രിയ ഹംഗറിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, ജർമ്മനി വീണ്ടും റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്തു? ഇവർ തമ്മിലടിച്ചു, അല്ലെങ്കിൽ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെട്ടു. ഈ ഒരു യുദ്ധത്തെ ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പേരാണെന്ത്? ഒന്നാം ലോക മഹായുദ്ധം. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം 1914 തുടങ്ങി 1918 തീർന്നു. ഓക്കെ, ദ പീരീഡ് ബിറ്റ്വീൻ ഫസ്റ്റ് വേൾഡ് വാർ എന്നാണ് 1914 to 1918. 1914 മുതൽ 1918 വരെ യൂറോപ്പിൽ നിലനിന്ന ഈ യുദ്ധത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഫസ്റ്റ് വേൾഡ് വാർ, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാണ് ഫസ്റ്റ് പറഞ്ഞത്? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധം യൂറോപ്പിലാണ് രൂപപ്പെട്ടത്. യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ സംഘർഷമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിന് കാരണം. ഇത് എന്താണ്? പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചു. പ്രധാനപ്പെട്ട മിലിറ്ററി അലയൻസ് ആണ്. പ്രധാനപ്പെട്ട 2 മിലിറ്ററി അലയൻസ്, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡേൻ. ട്രിപ്പിൾ അലയൻസിലേത് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ട്രിപ്പിൾ എൻഡേനിലേതാ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ്? അഗ്രസീവ് നാഷണലിസം അല്ലെങ്കിൽ പ്രതികാര പ്രസ്ഥാനം. പ്രധാനപ്പെട്ട 3 പ്രതികാര പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു. പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, ദെൻ റിവെഞ്ച് മൂവ്മെൻറ്റ്. എന്താണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പാൻ സ്ലാവ് മൂവ്മെൻറ്റ് റഷ്യ നടത്തിയതാണ്. എന്താണ്? അവിടുത്തെ സ്ലാവ് വംശരെ പിടിച്ചെടുക്കാൻ വേണ്ടി. പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് പേര് തന്നെ ഉണ്ട്, ജർമ്മനി നടത്തിയതാണ് ടൂട്ടോണിക് വർഗ്ഗക്കാരെ പിടിച്ചെടുക്കാൻ വേണ്ടി. എന്താണ് റിവെഞ്ച് മൂവ്മെൻറ്റ്? ഫ്രാൻസ് നടത്തിയതാണ്. ഏത് പ്രദേശം? അൽസേസ് ലൊറൈൻ പ്രദേശം ജർമ്മനിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി. അത് ഫ്രാൻസിൻ്റെ പ്രദേശമായിരുന്നു, ജർമ്മനി എടുത്തുകൊണ്ട് പോയി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഫ്രാൻസ് നടത്തിയത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണം ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ മരണമാണ്, അല്ലേ? ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ഗാവ്ലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന സെർബിയൻ യുവാവ് അല്ലെ സെർബിയൻ തീവ്രവാദി വെടിവെച്ച് കൊന്നു. എവിടെ വെച്ചാന്ന് വെച്ചാൽ ബോസ്നിയൻ തലസ്ഥാനമായ സാരോജുവിൽ വെച്ച്. അങ്ങനെ ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയ എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി എന്നടങ്ങുന്ന ട്രിപ്പിൾ അലയൻസിൽ അംഗമാണ്. അതുകൊണ്ട് ഓസ്ട്രിയയുടെ ഒരു പ്രശ്നം ഇവർ രണ്ടുപേരും ഏറ്റെടുത്തു. ഇറ്റലിയും ജർമ്മനി ഇതിൽ തലവൊക്കിയപ്പം ട്രിപ്പിൾ എൻഡേനിലെ ഇംഗ്ലണ്ടും ഫ്രാൻസും എന്ത് ചെയ്തു? പരസ്പരം ഇവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. ഈ കാലഘട്ടത്തെ യൂറോപ്പിൽ അറിയപ്പെടുന്ന പേരാണ് ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ പരസ്പരം ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡേനും അല്ലേ, ത്രികക്ഷി സഖ്യ രാജ്യങ്ങളും സൗഹൃദ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, അതുപോലെ തന്നെ ഇറ്റലി, അതുപോലെ ട്രിപ്പിൾ എൻഡേനായ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, ഇവർ പരസ്പരം എന്ത് ചെയ്തു? ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും യുദ്ധത്തിലേർപ്പെട്ടു. ഇത് യൂറോപ്പിൽ എന്തായി മാറി? ഒന്നാം ലോക മഹായുദ്ധമായി മാറി. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലം അതാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത്, ദ ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ ചോദിച്ചാൽ എന്താണ് ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് ലോകം നേടിയത്? ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഓവർ 10 മില്യൺ പീപ്പിൾ ലോസ് ദെയർ ലീവ്സ്. അതായത് ഏതാണ്ട് 10 മില്യൺസിലധികം ജനങ്ങളുടെ ജീവൻ എടുത്തു കേട്ടോ. ഏതാണ്ട് 10 മില്യൺസിലധികം ജനങ്ങൾ എന്ത് ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടു. നിസ്സാരമായൊരു കാര്യമാണോ യുദ്ധം എന്നൊക്കെ പറയുന്നത്? യുദ്ധത്തിൽ എത്രത്തോളം സൈനിക ഉദ്യോഗസ്ഥന്മാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നിരവധി ആൾക്കാർ എന്ത് ചെയ്തു? മരണത്തിന് കാരണമായി. നിരവധി യുവാക്കളുടെ മരണത്തിന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് എക്കോണമി ഡൊമിനൻസ് ഓഫ് യൂറോപ്പ്. യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സാമ്പത്തിക സമൃദ്ധമായ ഒരു വ്യവസ്ഥയാണ്.
യൂറോപ്പിലെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ എന്ത് ചെയ്തു? തകരുകയാണ്. ദ എക്കോണമി ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമോണിഷ്ഡ്. ഇതെന്ത് ചെയ്തു? യൂറോപ്പിലെ എക്കോണമി പൂർണ്ണമായിട്ടും തകരുന്നതിന് കാരണമായി. അപ്പം 10 മില്യണിലധികം ജനങ്ങൾ മരണപ്പെട്ടു. യൂറോപ്പിലെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ടും തകർന്നു. അടുത്തത് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. എക്കോണമി ഡള്ളാകുമ്പം അവിടെ രൂപപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് ദാരിദ്ര്യം. കാരണം രാജ്യത്തിന് വേണ്ട സമ്പത്തും വിഭവങ്ങളും എല്ലാം അവരെന്ത് ചെയ്തു? ബോംബും തോക്കും ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി ചിലവാക്കുമ്പോൾ എന്ത് രൂപപ്പെടും? ദാരിദ്ര്യം രൂപപ്പെടും. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് വാസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ഇതെന്താണ്? ദാരിദ്ര്യവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും. യുവാക്കന്മാർക്ക് തൊഴിലില്ലായ്മ ഉണ്ടായി, ദാരിദ്ര്യം രൂപപ്പെട്ടു. ഇതെല്ലാം യൂറോപ്പ് സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും തകർച്ചയിലേക്ക് കാരണമായി. അടുത്തത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി വെർ ഡിസ്ട്രോയിഡ്. അവിടുത്തെ യൂറോപ്പിലെ കാർഷിക മേഖലയും വ്യവസായ മേഖലയും തകർന്നു പോയി. യൂറോപ്പിലെ കാർഷിക വ്യവസായ മേഖലകളെല്ലാം പൂർണ്ണമായിട്ടും തകരുന്നതിന് കാരണമായി. ഏത്? ഫസ്റ്റ് വേൾഡ് വാർ. അടുത്ത പോയിന്റ്, ദ ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ. ലീഗ് ഓഫ് നേഷൻ ആണ് സർവ്വരാഷ്ട്ര സഖ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് ലീഗ് ഓഫ് നേഷൻ കേട്ടോ. ലീഗ് ഓഫ് നേഷനൊക്കെ രൂപീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെയൊക്കെ നേതൃത്വത്തിലാണ് കേട്ടോ. വുഡ്രോ വിൽസൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രവർത്തന ഫലമായാണ്. എന്താ വുഡ്രോ വിൽസൺ? ആരാ വുഡ്രോ വിൽസൺ? ഓക്കെ, വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദ അമേരിക്ക വാസ് റൂൾഡ് ബൈ വുഡ്രോ വിൽസൺ. അമേരിക്കൻ പ്രസിഡന്റ് ആ സമയത്ത്, അമേരിക്കയുടെ ആ കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു വുഡ്രോ വിൽസൺ. വുഡ്രോ വിൽസൻ്റെയൊക്കെ പ്രവർത്തന ഫലമായി എന്ത് രൂപീകരിച്ചു? സർവ്വരാഷ്ട്ര സഖ്യം രൂപീകരിച്ചു. ദ ലീഗ് ഓഫ് നേഷൻ വാസ് ഫോർമഡ്. ലാസ്റ്റ് വൺ, വേഴ്സായ് ട്രീറ്റി. വേഴ്സായ് ഉടമ്പടി 1919 രൂപീകരിച്ച ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. സൈൻഡ് വിത്ത് ജർമ്മനി ഇൻ 1919. 1919 ജർമ്മനി എന്ത് ചെയ്തു? വേഴ്സായ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് 1914 മുതൽ 18 എന്നല്ലേ തീരുന്ന? സത്യം പറഞ്ഞാൽ 18 തീർന്നെങ്കിലും ഉടമ്പടി കൊണ്ടുവരുന്നു. ജർമ്മനിയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജർമ്മനിയുടെ മേൽ ഒരു ഉടമ്പടി പ്രഖ്യാപിച്ചു. അങ്ങനെ ജർമ്മനിയെ കൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ ജർമ്മനി സൈൻ ചെയ്ത ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. ഈ വേഴ്സായ് ഉടമ്പടിയോടുകൂടി എന്ത് അവസാനിച്ചു? ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് മൊത്തം നഷ്ടം തന്നെയാണ് എപ്പോഴും യുദ്ധങ്ങൾ സമ്മാനിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം ഒന്നാം ലോക മഹായുദ്ധം, ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന രണ്ടാം ലോക മഹായുദ്ധവും എന്തു തന്നെ ആയാലും യുദ്ധങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമല്ല. എപ്പോഴും നമുക്ക് എന്താണ്? രാജ്യത്തിൻ്റെ നഷ്ടവും അതിന് മാത്രമാണ് ഒന്നാം ലോക മഹായുദ്ധം ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത്തരത്തിൽ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിനെ മേൽ ഈ ഉടമ്പടി അടിച്ചേൽപ്പിച്ചതാണ് അടുത്ത പ്രശ്നത്തിന് നമ്മൾ അവിടെ വീണ്ടും കണ്ടുമുട്ടും. രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ജർമ്മനിക്ക് ഇതൊരു പ്രതികാരമായി മാറിയാണ് ജർമ്മനി എന്ത് നടത്തുന്നത്? രണ്ടാം ലോക മഹായുദ്ധം. ഈ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് ജർമ്മനിയെ അപഹസിച്ചു, ജർമ്മനിയെ അപമാനിച്ചു എന്നൊക്കെ ഒരു ആശയം ജർമ്മൻ ജനതകൾക്കിടയിൽ വിഷം കുത്തിവെച്ച് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് ജർമ്മനിയിൽ വരികയും നാസിസം എന്ന് പറയുന്ന ആശയം രൂപീകരിക്കുകയും അങ്ങനെ നാസി പാർട്ടിയിലോടുകൂടി ജർമ്മനി അധികാരത്തിൽ വരുന്ന ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ. നമ്മൾ പഠിക്കും നാസിസം ഇൻ ജർമ്മനി, ഫാസിസം ഇൻ ഇറ്റലി. ഇറ്റലിയിൽ ആരാണ്? ബെനീറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് ആശയങ്ങൾ രൂപീകരിക്കുന്നു. നാസിസം പ്ലസ് ഫാസിസം ഈസ് ഈക്വൽ ടു സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇത് രണ്ടും കാരണമാകുന്നു. അപ്പം ഇത് ഒരു യുദ്ധവും ഇവിടെ വെച്ച് തീരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം പിന്നെയും യൂറോപ്പിൽ രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം ഇവിടെ അവസാനിക്കുന്നു 1919 വേഴ്സായ് ഉടമ്പടി. നമ്മൾ ഒന്നും കൂടെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. എന്താണ് ഇത്? ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് അനന്തര ഫലങ്ങളാണ് പറഞ്ഞത്. ഏതാണ്ട് 10 മില്യണിലധികം ജനങ്ങളുടെ മരണത്തിന് കാരണമായി. എക്കോണമി പൂർണ്ണമായിട്ടും തകർന്നു. അതുപോലെ തന്നെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. അതുപോലെ തന്നെ കൃഷിയും വ്യവസായ മേഖലയും യൂറോപ്പിൽ തകരുന്നതിന് കാരണമായി. ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഗ് ഓഫ് നേഷൻ. ഇതിൻ്റെ പരാജയം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ലീഗ് ഓഫ് നേഷൻ നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം രൂപപ്പെടുത്തില്ല.
ഓക്കെ, ഇപ്പോൾ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ടല്ലോ അന്താരാഷ്ട്ര സംഘടന, ഏതാണ്? UN, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നിലവിൽ വന്നതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഒക്ടോബർ 24 നമ്മൾ കഴിഞ്ഞു. ഒക്ടോബർ 24 UN ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1945 ഒക്ടോബർ 24 എന്ത് നിലയിൽ വരുന്നത്? UN ദിനമായിട്ട് ഒക്ടോബർ 24 നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് UN ദിനമൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ UNOയുടെ സെക്രട്ടറി ജനറൽ ആരെന്ന് വെച്ചാൽ ആരാണ്? മുൻ പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിരുന്ന അന്റോണിയോ ഗുട്ടറൻസ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ. നേരത്തെ ബാങ്കിൻ മൂൺ ആയിരുന്നു, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ മുൻ പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിരുന്ന അന്റോണിയോ ഗുട്ടറൻസ് ഇപ്പോഴത്തെ UNOയുടെ സെക്രട്ടറി ജനറൽ ആര്? എപ്പോഴും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും UN സെക്രട്ടറി ജനറൽ ആരാ? അന്റോണിയോ ഗുട്ടറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ UN ഒക്കെ സെക്കൻഡ് വേൾഡ് വാർ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ലീഗ് ഓഫ് നേഷൻ ഫസ്റ്റ് വേൾഡ് വാറിൽ ഏതാ നിലയിൽ വന്നത്? ലീഗ് ഓഫ് നേഷൻ ആയിരുന്നു. ലീഗ് ഓഫ് നേഷൻ നിലയിൽ വന്നു ഏറ്റവും അവസാനത്തോടു കൂടി. ഏറ്റവും അവസാനം വേഴ്സായ് ഉടമ്പടി ജർമ്മനിയെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. അങ്ങനെ ജർമ്മനിയുടെ മേൽ എല്ലാ രാജ്യങ്ങളും പഴി പറഞ്ഞു. 1919 വേഴ്സായ് ഉടമ്പടിയോട് കൂടി എന്ത് അവസാനിച്ചു? ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു.